മഹാത്മാഗാന്ധി വൈക്കം ഇണ്ടം തുരുത്തി മന സന്ദർശിച്ചതിന്റെ 100ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. CK വിശ്വനാഥൻ സ്മാരക ഹാളിൽ ചേർന്ന ശതാബ്ദി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KC ജോസഫ്, CK ആശ MLA എന്നിവർ പങ്കെടുത്തു. അതെല്ലാം തീർച്ചയായിട്ടും ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അധ്യായം എഴുതി ചേർത്ത മഹത്തായ ഐക്യം സന്ദർഭം കോട്ടയം ജില്ലാ കൗൺസിൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് VB ബിനുവിനെ ക്ഷണിച്ചു. ഈ ആഘോഷ സമ്മേളന നടപടികളുടെ ആരംഭിക്കുകയാണ്. അയോധ്യയിലെ അമ്പലമാകട്ടെ, ഡൽഹിയിലെ പാർലമെന്റാകട്ടെ, അവിടെയെല്ലാം RSS തീരുമാനിച്ചു, BJP തീരുമാനിച്ചു. രാഷ്ട്രപതിയുടെ സ്ഥാനം രണ്ടാമതാക്കാനല്ല, രാഷ്ട്രപതി അവിടെ ഒന്നും വരാനേ പാടില്ല. മഹാത്മാഗാന്ധിയെ ആദ്യ കെട്ടിയ ആളുകൾ, മഹാത്മാഗാന്ധിയെ പുറത്തിരുത്തിയ ആളുകൾ അവർ പറഞ്ഞു രാഷ്ട്രപതി അവിടെ ഒന്നും വരാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? രാഷ്ട്രപതി ആദിവാസിയാണ്. ദ്രൗപദി മുർമു. ആദിവാസിയായ, സ്ത്രീയായ, വിധവയായ ദ്രൗപദി മുർമു ഇവിടെ ഒന്നും വരാനേ പാടില്ല. സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇതാണ് BJP, ഇതാണ് RSS. അതുകൊണ്ട് സംശയം വേണ്ട. ഈ ആശയത്തിൽ പറയുന്നത് അങ്ങേയറ്റത്തെ ഇരുട്ട പിടിച്ച ഫാസിസ്റ്റ് ചിന്തകരാണ്. അതാണ് ഇതിൽ പറയുന്നത്. വൈക്കം സത്യഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് ഗാന്ധിജി ഇണ്ടം തുരുത്തി മനയിലെത്തി നമ്പ്യാതിരിയുമായി ചർച്ച നടത്തിയത്. AITUC നേതൃത്വത്തിലുള്ള താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ ഏറ്റെടുത്ത മന 2009 പുനർനിർമ്മിച്ചിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും മന സന്ദർശിക്കാനെത്തുന്നുണ്ട്.